സംസ്ഥാനത്തെ ബാറുകളിലെ പ്രവർത്തന സമയം നീട്ടാനുള്ള സർക്കാർ തീരുമാനത്തിൽ കടുത്ത ദുരൂഹതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇത്തരൊരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത് മന്ത്രിസഭയിലോ LDF-ലോ ചർച്ച ചെയ്യാതെയാണെന്നും ഗൗരവകരമായി കാണണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. LDF കൺവീനർക്കോ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കോ ഈ തീരുമാനത്തെക്കുറിച്ച് അറിവില്ല. എക്സൈസ് മന്ത്രി പ്രതിപക്ഷവുമായി ചർച്ച നടത്തിയെന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഇക്കാര്യത്തിൽ എക്സൈസ് മന്ത്രി തന്നെയോ പ്രതിപക്ഷത്തെ മറ്റ് നേതാക്കളെയോ ഫോണിൽ പോലും ബന്ധപ്പെട്ടില്ലെന്ന് സതീശൻ വ്യക്തമാക്കി. മന്ത്രിസഭയിൽ വെക്കാതെയും ആരോടും ആലോചിക്കാതെയും എടുത്ത തീരുമാനം ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനെന്ന് വ്യക്തമാണ്. ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫിന്റെ പേരിൽ ബാറുകളിലെ സമയം കൂട്ടുന്നത് പ്രായോഗികമല്ല. എല്ലാ ബാറുകളെയും സമയം കൂട്ടാനാണ് സർക്കാർ നീക്കം. ബ്രൂവറി വിഷയത്തിൽ ഉണ്ടായതുപോലെ അതിവേഗത്തിലാണ് ഈ നീക്കവും നടക്കുന്നത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ ബ്രൂവറി അനുവദിച്ചപ്പോഴും സമാന രീതിയിൽ സർക്കാർ രഹസ്യ നീക്കം നടത്തിയിരുന്നെന്നും പിന്നീട് അത് കോടതി സ്റ്റേ ചെയ്തെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. KCBC ഉൾപ്പെടെ സംഘടനകൾ സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എവിടെയും വയ്ക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അല്ല, അനുകൂല നിലപാടായിരുന്നു പ്രതിപക്ഷത്തിന്. അത് ആരോട് പറഞ്ഞു? പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞു? ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ് മന്ത്രിയാണ് പറയുന്നത്. അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പ്രതിക്കൂട്ടിൽ ഈ ബാറുടമകൾ അങ്ങനെ വന്ന് കണ്ടിരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഒരു കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. ഈ ബാറുടമകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവിടെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. അവർ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. അല്ല, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ബാറുടമകളല്ലല്ലോ അവിടെ പോയി പറയേണ്ടത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. എക്സൈസ് മന്ത്രി ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല. ഒരു ഫോൺ പോലും വേറൊരു ആവശ്യത്തിന് പോലും എന്നെ നോമിനിസ്റ്റർ വിളിച്ചിരുന്നു. അവിടുത്തെ ക്യാൻസർ സെന്റർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ. ഈ മന്ത്രി അടുത്ത കാലത്തെങ്കിലും ഒരു ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. ബാറുടമകളോട് അങ്ങനെ നിയമസഭയിലും എന്നോട് സംസാരിച്ചിട്ടില്ല. പ്രതിപക്ഷം ബാറുടമകളോട് അങ്ങനെ വല്ല അനുകൂല നിലപാടും അവരോടല്ലല്ലോ ഞങ്ങൾ സംസാരിക്കേണ്ടത്. ഞങ്ങൾ അവരോടല്ലല്ലോ സംസാരിക്കുന്നത്. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായമാണെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. പോലും സംസാരിച്ചിട്ടില്ല. അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അദ്ദേഹം പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ളത്. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? റോക്കറ്റ് സ്പീഡിലാണ് ചെയ്തത് ബ്രൂവറിയിൽ. എന്നിട്ട് ഇപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്തില്ലേ? ഞങ്ങൾ ഇതേപോലെ തന്നെ ഞങ്ങളെ വിമർശനം ഉന്നയിക്കുന്നത് ബ്രൂവറി ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി ആരും അറിയാതെ ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബ്രൂവറി കമ്പനികൾ പോലും അറിയില്ല ഇങ്ങനെ ഇവിടെ ഒരു ബ്രൂവറി തുറക്കാൻ പോകുന്നുണ്ട്. ഇല്ലേ? വന്നു തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം കോടതി ആവർത്തിച്ചില്ല.